ഹായ് ഫ്രണ്ട്സ്, തൊപ്പി വേഴ്സസ് അഖിൽ തമ്മിലുള്ള ആ തർക്കത്തിന് വിരാമം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര തർക്കങ്ങളായിരുന്നു. ഇന്നലെ അത് വിരാമം ഇട്ടിട്ടുണ്ട്. അവർ രണ്ടുപേരും ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു തർക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അനീഷിനെ വോട്ട് ചോദിച്ചുകൊണ്ട് തൊപ്പി രംഗത്ത് വരികയാണ്. അനീഷിനെ ജയിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് അഖിൽ മാരാര് നമ്മുടെ അനുമോള് ജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ അഖിൽ മാരാര് ചെയ്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചാനലിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഇൻ്റർവ്യൂവിനൊക്കെ പറഞ്ഞു, ഈ തൊപ്പി കാശ് മേടിച്ചിട്ടാണ് ഇങ്ങനെ അനീഷിനെ ജയിപ്പിക്കണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. പോരാത്തതിന് ജിൻഡോ കഴിഞ്ഞ വർഷം ജയിച്ചതും ഈ തൊപ്പി പറഞ്ഞിട്ട് തന്നെയാണ്. തൊപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോനെ ജയിപ്പിക്കണമെന്ന്, പക്ഷെ അതും കാശ് മേടിച്ചിട്ട് തന്നെയാണ്, തെളിവുണ്ട്, എന്നോട് ആ വ്യക്തി പറഞ്ഞു എന്ന് അഖിൽമാരർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ തൊപ്പി അങ്ങോട്ട് വിളിക്കുകയാണ്, അഖിലിനെ വിളിക്കുകയാണ്. അഖിലെ, നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വീഡിയോ കോൾ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ അഖിൽ പറഞ്ഞു, ഞാൻ കെടുക്കുകയാണ്, എനിക്ക് പനിയാണ്, എനിക്ക് വീഡിയോ കോൾ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊരു കാര്യം പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കോൾ ഓൺ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം നമ്മളത് മറ്റുള്ളവരെ കുറിച്ചിട്ട് തൊപ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തൊപ്പി വിളിക്കുമ്പോൾ അത് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് അഖിൽമാരാർ ചെയ്തില്ല, അതൊരു തെണ്ടിത്തരം തന്നെയാണ്. അപ്പോൾ തൊപ്പി വിളിച്ചപ്പോൾ എനിക്ക് പനിയാണെന്നൊക്കെ പറഞ്ഞു. എടാ, നീ പനിയാണെങ്കിലും ഞാൻ കാശ് മേടിച്ചു എന്ന് നീ പറഞ്ഞല്ലോടാ, അത് നീ പനിയായിട്ടും പറഞ്ഞല്ലോ. അനുമോളെ ജയിപ്പിക്കണമെന്ന് നീ പനിയായിട്ടും പറഞ്ഞില്ലേ, പിന്നെ ഞാൻ വിളിക്കുമ്പോൾ മാത്രം നീ എന്താണ് ഓൺ ചെയ്യാത്തത്? എടാ പറയടാ എന്ന് പറഞ്ഞു. ഇത് പറയല്ല, അഖിൽമാരാര് പറയുന്നത്, നിൻ്റെ തന്തയെ പോയി വിളിക്കടാ, നിൻ്റെ തന്തയുണ്ടോ അടുത്ത്, നിൻ്റെ തന്തയെ പോയി വിളിക്കുന്നത്. അപ്പോൾ കാര്യം ചോദിക്കുമ്പോൾ വാപ്പാനെ വിളിക്കുന്നു എന്നും പറഞ്ഞ് പിന്നെ പൂര അടി അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ പറയണ്ട്, അഖിൽമാരാര് പറയണ്ട്, വല്ലവൻ്റെയും പൈസ വാങ്ങിയിട്ട് എന്നെ എടാ പടം വിളിക്കുന്ന നീ ആരാടാ, അപ്പം നിൻ്റെ തന്തയ്ക്ക് ഞാൻ വിളിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തൊപ്പി പറയാണ്, അനുമോളുടെ കൂടെയുള്ള ഷുക്കൂറുണ്ടല്ലോ പറഞ്ഞു നീ പൈസ വാങ്ങിയെന്ന്. അപ്പോൾ അഖിൽമാരുടെ ചോദിക്കുക, ഏത് ഷുക്കൂർ? നീ പറഞ്ഞല്ലോ ഞാൻ പൈസ വാങ്ങിയെന്ന് നീ പറഞ്ഞു എന്ന്, അതുപോലെ നീയും പൈസ വാങ്ങിയത് ഷുക്കൂറും പറഞ്ഞു എന്ന് പറയും. ഞാൻ പൈസ അപ്പോൾ തൊപ്പി ചോദിക്കുന്നുണ്ട്, ഞാൻ പൈസ വാങ്ങി നിന്നോട് ആര് പറഞ്ഞു? അപ്പോൾ അഖിൽമാർ ക്ലിയറായി പറയുന്നു, വിനു ആണ്, അനുമോളുടെ PR പറഞ്ഞു, നീ അനീഷിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യുന്നത് നീയാണ്, നീ പൈസ വാങ്ങിയിട്ടുണ്ട് അനീഷിൻ്റെ, കഴിഞ്ഞ വർഷം ജിൻഡോ നിന്ന് നീ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് വിനു പറഞ്ഞു എന്നാണ് അഖിൽമാരാർ അവിടെ കൃത്യമായി പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ നീ വിനുവിനെ വിളിക്ക്, വിനുവിൻ്റെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അയച്ചു തടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഖിൽമാരാർ പറയും, നീ ഇന്നലകളിൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്, 4 പേര് നിന്നെ എങ്ങനെയൊക്കെയാണ് അറിഞ്ഞത് എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറയുന്നു. അതായത് തൊപ്പിക്ക് കുറച്ച് ബാഡ് ഹിസ്റ്ററി ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ആദ്യം തൊപ്പിയെ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അഖിൽമാരായിട്ടുള്ള ടോക്കിങ്ങിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അഖിലിൻ്റെയിലാണ് അവിടെ തെറ്റ് കാണുന്നത് ഫുള്ള്. അപ്പോൾ തൊപ്പി പറയുന്നത്, ഇന്നലകളിലോ, എൻ്റെ ഇന്നലകളിലാണെങ്കിൽ നിൻ്റെയോ, നീ എന്തൊക്കെ കാണിച്ചു, ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞ് തെറിയും പറഞ്ഞ് അവിടെ പോയി ഏൺ ചെയ്തില്ലടാ, നീ ഓമ്പിയില്ലടാ എന്നൊക്കെ പറഞ്ഞ് തൊപ്പിയും കിടന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ പക്ഷേ തൊപ്പി വേറൊരു കാര്യം പറഞ്ഞു, നീ ബിഗ് ബോസ് ജയിച്ചത് ഫെയറായിട്ട് തന്നെയാണ് അഖിൽമാരാർ, പക്ഷേ നീ ഇപ്പോൾ ഫീൽഡ് ഔട്ടായി നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട്. അഖിൽമാരാർ ഇപ്പോൾ ഫീൽഡ് ഔട്ടായി നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇനി നീ ഈ ഒരാഴ്ച നീ എന്നെ വിട്ട് അരി വാങ്ങിക്കോ എന്ന് തൊപ്പി പറയുന്നുണ്ട്. തെളിവ് വെച്ച് സംസാരിക്കടാ, തെളിവ് വെച്ച് സംസാരിക്കുക, വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കാതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഖിൽമാരാർ പറയും, എനിക്ക് സംസാരിക്കാൻ വലിയ വലിയ സബ്ജക്റ്റുകളുണ്ട്, നിൻ്റെ ഈ തുക്കടാച്ച സബ്ജക്റ്റ് എനിക്ക് വേണ്ടത്. പിന്നെ എന്തിനാണ് ഈ അഖിൽമാരാർ ഇയാളെ കുറിച്ച് സംസാരിച്ചത്? വലിയ വലിയ സബ്ജക്റ്റ് റഷ്യൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയി സംസാരിക്കട്ടെ. എന്തിനാണ് തൊപ്പിയെക്കുറിച്ച് സംസാരിക്കുന്നത്? അയാൾ കാശ് മേടിച്ചു എന്നൊക്കെ, അയാൾ കാശ് മേടിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണെന്ന് അയാൾ തന്നെ പറയുന്നു. അഖിൽമാരുടെയൊക്കെ തെളിവുമില്ല. ആ വിനു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കണ്ടതാണ്, ആ വിനുവിൻ്റെയും അനുമോളുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടൽ, കുരങ്ങൻ മരത്തുമ്പോൾ ചാടണ പോലെ, അങ്ങനെയുള്ള ആ വിനുവിൻ്റെ വാക്കാണ് അഖിൽമാരെ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നീ അവസാനമായിട്ട് സംസാരിച്ച ആ ബിഗ് സബ്ജക്റ്റ് ഏതാടാ? അപ്പോൾ നിനക്കൊന്നും അതിൽ നോളജ് ഇല്ലടാ എന്ന് അഖിൽമാരുടെ വക. നീ സംസാരിക്കേ, എനിക്ക് നിങ്ങൾ പറ്റുമെന്ന് ഞാനൊന്ന് അറിയട്ടെ എന്ന് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെ ഒരു അച്ചായൻ, തൊപ്പി പറയുന്നതാട്ടെ, എൻ്റെ കൂടെ ഒരു അച്ചായൻ ഉണ്ടായിരുന്നു. ആ അച്ചായന് വേണ്ടിയിട്ട് ആയിരുന്നു ഞാൻ ആ ജിൻഡോനെ സഹായിച്ചിരുന്നത്. കാരണം ജിൻഡോ അച്ചായൻ്റെ ഉറ്റ ഫ്രണ്ടായിരുന്നു. അപ്പോൾ അച്ചായൻ എന്നോട് പറയും, ജിൻഡോനെ ഒന്ന് സഹായിക്കടാ, അല്ലാണ്ട് ഞാൻ 5 പൈസ വാങ്ങിയിട്ടില്ല, തെളിവുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ അക്കൗണ്ട് കാണിച്ച് ഞാൻ എന്ത്
വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരാം എന്നൊക്കെ പറയുന്നുണ്ട് തൊപ്പിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഫിനാലയിൽ അയാളെ സഹായിച്ചെന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഫിനാലയിൽ അയാളെ ഞാൻ സഹായിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ തൊപ്പി സപ്പോർട്ട് ചെയ്യുന്നത് അനീഷിനെയാണെന്ന് പറയുന്നു. ഒരാൾക്കൊരാളെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ചാനലിൽ പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് കാശ് മേടിച്ചിട്ടാന്ന് പറയേണ്ട ഗതികേട് അഖിൽമാരാർ. അപ്പോൾ അഖിൽമാരാർ അനുവിനെ കുറിച്ച് പറയണത് കാശ് മേടിച്ചിട്ടാണോ? അല്ല, ഒരിക്കലുമല്ല. അത് അവനവൻ്റെ ഒപ്പീനിയൻ പറയണതാണ്. അനുവിന് ഇഷ്ടമാണ് അതുകൊണ്ട് പറയണം, അതിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ പറയുന്നുണ്ട്, തൊപ്പി പറയുന്നുണ്ട്, വിനുവിനെ വിളിക്കടാ, വിനുവിനെ വിളിക്കുക എന്ന് പറയുന്നുണ്ട്. വിനു ആണെങ്കിൽ ഈ രണ്ട് മറുകണ്ഠം ചാടി നിൽക്കുന്ന ആളാണ്. വിനുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല വിനുവിൻ്റെ നമ്പർ അഖിൽമാരെ അയച്ചു കൊടുത്തിട്ടോ? അല്ല വിനു, ഞാൻ പൈസ മേടിച്ചിട്ടുണ്ടോ? തൊപ്പി ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ജിൻഡോൻ്റെ ഇത് പൈസ വാങ്ങിയിട്ടുണ്ടോ? ഇല്ല, നീ വാങ്ങിയിട്ടില്ല. അച്ചായൻ വാങ്ങിയിട്ടുണ്ടോ? ഇത് ഇവൻ്റെ കൂട്ടുകാരൻ അച്ചായൻ വാങ്ങിയിട്ടുണ്ടോ? അച്ചായനും വാങ്ങിയിട്ടില്ല എന്ന് വിനു വ്യക്തമായി പറയുന്നുണ്ട്. അല്ല, അഖിലേട്ടൻ പറയുന്നുണ്ട്, നീ പറഞ്ഞു ഞാൻ തൊപ്പി വാങ്ങി എന്ന്, പൈസ വാങ്ങി എന്ന് നീ പറഞ്ഞു എന്ന് അഖിലേട്ടൻ പറയുന്നുണ്ടെന്ന് തൊപ്പി ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിനു പറയും, ഇല്ലില്ല ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വിനു പറയുന്നുണ്ട്. ഇതിലാരാണ് സത്യം പറയുന്നത് നമുക്കറിയില്ല. അഖിൽ പറയുന്നു വിനു പറഞ്ഞു എന്ന്, വിനു പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നുണ്ട്, പിന്നെ അഖിലിനെ വീണ്ടും വിളിക്കുന്നുണ്ട് നമ്മുടെ തൊപ്പി. അപ്പോൾ അഖിലിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അഖിൽ പറയുന്നുണ്ട്, എടാ നിൻ്റെ കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് എനിക്കറിയാം, നിൻ്റെ ഇൻകം ടാക്സ് നീ എത്ര കൊടുക്കുന്നു എന്ന് എനിക്കറിയാം, അതൊരു ഭീഷണിയാണ്, അതായത് നിന്നെ പിടിപ്പിക്കും എന്നുള്ള ലെവലിലാണ് പറയുന്നത്. നിൻ്റെ കമ്പനിയിൽ ആരാളുള്ളത്? അപ്പ നമ്പൂതിരിയും മറ്റൊരു നീയും മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എടാ വീണ്ടും എൻ്റെ അച്ഛനെ വിളിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അഖിൽമാരുടെ അച്ഛനെ വിളിച്ചതല്ല, അഖിൽമാരുടെ ശരിക്കും ആ സിനിമയിലെ ഡയലോഗ് പറഞ്ഞതാണ്. ഫസ്റ്റ് അപ്പനെ വിളിച്ചു, പക്ഷേ രണ്ടാമത് അപ്പനെയല്ല വിളിച്ചത്. പക്ഷേ ഇയാൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. ഇയാൾ പറഞ്ഞു, നീ എൻ്റെ അപ്പനെ വിളിക്കുന്നോ? അതല്ലടാ, ആറാം തമ്പുരാനിലെ ഡയലോഗാന്ന് പറയും. അപ്പം നമ്മുടെ തൊപ്പി പറയുന്നുണ്ട്, ജിൻഡോനെ ഞാൻ 8 ലക്ഷം കൊടുത്തിട്ടാണ് എൻ്റെ ചാനലിലേക്ക്, അതായത് എൻ്റെ കമ്പനിയിലേക്ക് ഞാൻ ഇൻ്റർവ്യൂവിന് കൊണ്ടുവന്നത്. അത് ശരിയാണ്, സെലിബ്രിറ്റികളെ കൊണ്ടുവരുമ്പോൾ പൈസ കൊടുക്കണ്ടേ? ഇപ്പോൾ തരുകയാണ് സുധി, എന്തോരം പൈസയാണ് ഇൻ്റർവ്യൂവിന് മേടിക്കുന്നത്. അതുപോലെ അഖിൽമാരാർ ഇൻ്റർവ്യൂവിന് എത്ര പൈസയാണ് മേടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ 8 ലക്ഷം രൂപ അന്ന് ജിൻഡോന്, അന്ന് മൂല്യമുണ്ട്, ജിൻഡോന് വാല്യൂ ഉണ്ട്, അതുകൊണ്ട് അന്ന് 8 ലക്ഷം രൂപ കൊടുക്കുന്നത്. ജോക്കിക്കും ഞാൻ പൈസ കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്, അല്ലാണ്ട് എനിക്ക് ഇങ്ങോട്ട് ആരും പൈസ തന്നിട്ടില്ല. സെലിബ്രിറ്റികളെ കൊണ്ടുവരുമ്പോൾ അങ്ങനെയൊക്കെ പൈസ കൊടുക്കേണ്ട വരും എന്ന് നമ്മുടെ തൊപ്പി പറയുന്നുണ്ട്. അവസാനം ഇന്നലെ ഇവർ തമ്മിൽ സോൾവ് ആയി എന്ന് പറഞ്ഞിട്ട് ഇതാക്കി. അപ്പോൾ ഇവർ ജയിച്ചു കഴിഞ്ഞപ്പോൾ തൊപ്പി തോൽവി സംഭവിച്ചു പറയുന്നുണ്ട്, ഞാൻ അനീഷിനെ ജയിപ്പിക്കാൻ നോക്കി, പക്ഷേ പറ്റിയില്ല, അഖിൽമാരെ ജയിപ്പിച്ച അനു തന്നെയാണ് ജയിച്ചത്. അത് തോൽവി തന്നെയാണ്, തോൽവി സമ്മതിച്ചേ പറ്റൂ, പുരുഷന്മാർ തോൽവി സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് തോൽവി സമ്മതിച്ചു. എന്നിട്ട് ഇയാളൊരു മെസ്സേജ് ഇട്ടു അഖിൽമാരാർക്ക്, സോറി ഡാ പോടാ എന്ന് വിളിച്ചതിന് സോറി എന്ന് പറഞ്ഞിട്ട്. അതൊരു അയാളെ മാന്യത, തൊപ്പിയുടെ മാന്യത, ഡാ പോടാ എന്ന് വിളിച്ചതിന് സോറി ഇട്ടത്. അപ്പോൾ അഖിൽമാരാർ ഇപ്പോൾ എല്ലാ ഇൻ്റർവ്യൂസിനും ഇപ്പോൾ അഖിൽമാരാർ എന്താ പറയുന്നതെന്നറിയോ? തൊപ്പി എന്നോട് സോറി പറഞ്ഞു, തൊപ്പി എൻ്റെ കാല് പിടിച്ചു, കരഞ്ഞ് കാല് പിടിച്ചു എന്നാണ് പറയുന്നത്. അഖിൽമാരാർ ഇപ്പോൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിന് തൊപ്പി സോറി പറഞ്ഞിട്ടില്ല, ഡാ പോടാ എന്ന് വിളിച്ചതിനാണ് സോറി പറഞ്ഞത്. അങ്ങനെ ഒരാളങ്ങോട്ട് ആക്രമിക്കുമ്പോൾ നമ്മൾ സോറി പറയണത് അനിവാര്യമാണ്. പക്ഷേ അഖിൽമാരാർ തിരിച്ചും സോറി പറയണം. കാരണം ഇയാൾ മേടിക്കാത്ത സംഭവം മേടിച്ചു എന്ന് അഖിൽമാരാർ വെറുതെ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ തന്ത്രത്തിന് സോറി പറയണം. പക്ഷെ അഖിൽമാരാർ അത് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ജിൻഡോ അല്ല, നമ്മുടെ ഈ തൊപ്പി സോറി പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനത്തെ സോറി അല്ല അയാൾ പറഞ്ഞത്. അയാൾ മെസ്സേജ് അടക്കം കാട്ടിത്തരുന്നുണ്ട്, ഞാൻ സോറി പറഞ്ഞത് ഇതിനാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അഖിൽമാരാർ നല്ലൊരു പേഴ്സണാണ്, അതായത് ആ കളിയിലും അതിലൊക്കെ നല്ല സൂപ്പർ പേഴ്സണാണ്, നന്നായി ടോക്ക് ചെയ്യാൻ പറ്റുന്ന പേഴ്സണാണ്. പക്ഷേ മറ്റുള്ളവരില്ലാ കഥ പറഞ്ഞ് പരത്തരുത്, അത് അവർ നന്നായി ദോഷം ചെയ്യും. അപ്പോൾ ഇപ്പം അഖിൽമാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ അഖിൽമാർ ക്ഷമിക്കൂ? അതേ അവസ്ഥ തന്നെയാണ് ഈ തൊപ്പിക്ക് സംഭവിക്കുന്നത്. അപ്പം മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ അങ്ങനെ ദോഷം, അങ്ങനെ ഇവരുടെ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഈ ചാനൽ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. എന്നാലും എൻ്റെ ചാനലൊന്ന് ഉയരാൻ സഹായിക്കും.